ഈ രാഷ്ട്രീയക്കാർക്കൊരു ധാർമ്മികത വേണ്ടേ? ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വളരെ എതിരാണ് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ തമ്മിൽ ഇടിപ്പിച്ച് ചോര കുടിക്കുന്ന ഒരു പ്രസ്ഥാനമായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇതെല്ലാം. കാരണം ജനങ്ങൾ തമ്മിൽ അടിക്കണം, അവർ തമ്മിൽ വലിയ വൈരാഗ്യം കാണണം. ഇവിടെ ബി ജെ പിയും സി പി എമ്മും എന്ന് പറഞ്ഞാൽ അണികൾ, താഴെക്കടയിൽ ഉള്ള അണികൾ തമ്മിൽ വലിയ വൈരാഗ്യമാണ്, വലിയ പ്രശ്നമാണ്. പക്ഷെ നേരെ മറിച്ച് ഉയരത്തിലുള്ളതാണ് നമ്മളിപ്പോൾ ഈ കണ്ടതൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഇ ഡിയുടെ അന്വേഷണം വന്നിട്ട് കഴിഞ്ഞ ഇലക്ഷൻ ഇത് വെളിവാവാതെ ഇത് അമർത്തി വയ്ക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ബി ജെ പിക്ക് മാത്രമാണ്. സി പി എമ്മിനുണ്ടോ ഇല്ലെന്ന് പറയണ്ട, കാരണം അത് അവരെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പ്രശ്നമായിരുന്നു. പക്ഷേ അത് അമർത്തി വെച്ചത് ആരാണ്? അത് അമർത്തി വെച്ചത് ബി ജെ പി തന്നല്ലേ. അപ്പോൾ ഇത് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ജാഥ നടത്തുന്നതിൻ്റെ കാര്യം എന്തോ ജാഥയായി നടത്തുന്നത്, എന്തോ പറയാനായി നടത്തുന്നത്? ഇതൊക്കെ ഇവിടെ കുറേ ഗോഗുവ വിളിക്കും. പക്ഷേ അവിടുന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി വന്നു, നമ്മളൊക്കെ വിചാരിച്ചു ഇത് ഇങ്ങനെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന്. ഒരക്ഷരം മിണ്ടാതെ വളരെ മൗനമായിരുന്നല്ലോ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം. ഇത് അറിയാത്തതാണോ അദ്ദേഹത്തിന്? അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഏജൻസി, അദ്ദേഹം ഭരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന ഏജൻസികളാണ് ഈ അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. ആദ്യം ഇവർ നടത്തി, അതായത് ഇ ഡിയുടെ അന്വേഷണം നടന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എസ് എഫ് ഐയുടെ അന്വേഷണം വന്നു. എസ് എഫ് ഐ അന്വേഷിക്കാൻ വരുമ്പോൾ നേരത്തെയുള്ള മറ്റ് അന്വേഷണങ്ങൾ, തത്തുല്യമായ അന്വേഷണങ്ങൾ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, മറ്റേതെങ്കിലും ഏജൻസികളുള്ള അന്വേഷണം ഉണ്ടെങ്കിൽ അതവിടെ നിർത്തിവെക്കണം. എന്നിട്ട് ആ റെക്കോർഡ്സൊക്കെ ഇവർക്ക് കൈമാറണം, എസ് എഫ് ഐക്ക്. അതാണ് നിയമം. പക്ഷേ ഇവിടെ ഇതിനെക്കുറിച്ച് അപ്പോൾ മുഖ്യമന്ത്രിക്ക്, നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിക്ക് ഇത് അറിയത്തില്ല ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ടും അതിൽ മൗനമായിട്ടിരിക്കുക എന്നുള്ളത് എന്താണ് എന്നൊന്ന് ചിന്തിച്ചാൽ മതി. കൂടുതൽ അതിനെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. ബഹുമാന്യനായ പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ എല്ലാവരും യഥാർത്ഥത്തിൽ ഒരു നാച്ചുറലായിട്ട് ഉള്ള രീതിയിൽ എല്ലാവരും സ്വാഭാവികമായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത്, പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത്, ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന അഴിമതികളെക്കുറിച്ചും അക്രമങ്ങളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം വാചാലനായി സംസാരിക്കും എന്നുള്ളതായിരുന്നു. അത് മാത്രമല്ല, പ്രത്യക്ഷത്തിൽ അത്രത്തോളം പരസ്യമായ ആരോപണങ്ങൾ അത് സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള ഏജൻസികൾ തന്നെ കർണാടക ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. ശ്രീമതി വീണ വിജയനെയും അതിനെതിരെയും അതുപോലെ നമ്മുടെ ശ്രീ പിണറായി വിജയനെതിരെയും ഉള്ള ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ അതിൽ പൊങ്ങി വരും. അത് അദ്ദേഹം അതിൽ ഊന്നൽ കൊടുക്കും, പറയും എന്ന് എല്ലാവരും സ്വാഭാവികമായി പ്രതീക്ഷിച്ചു. പക്ഷേ മിണ്ടിയില്ല ഒരക്ഷരം. അതും കഴിഞ്ഞ ഇലക്ഷന് ഞാൻ ഈ പറഞ്ഞ കാര്യം കൂടെ ഒന്ന് ചേർത്ത് വായിച്ചു നോക്കിക്കോളൂ. ഒന്ന് ചേർത്ത് വായിച്ചാൽ ഇവർ തമ്മിൽ ഇപ്പോൾ ഒരുപാട് നീക്കുപോക്കുകളില്ലേ എന്ന് നമുക്ക് സംശയിക്കുന്നതിൽ എന്തെങ്കിലും ആരെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? ധാരാളം നീക്കുപോക്കുകൾ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ പറയും ഇത് രാഷ്ട്രീയമല്ലേ, എന്ത് ചെയ്യാം? രാഷ്ട്രീയക്കാർക്ക് എന്തനാവശ്യം കാണിക്കാവുന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെടുക്കുന്ന രാഷ്ട്രീയക്കാർ. ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രീയക്കാരെ കൈക്കൊള്ളുന്ന അവരുടെ ഒരു ഇടപാട്, അവരുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ എന്ത് ചെയ്യാമെന്നുള്ളതാണ്. എന്തനാവശ്യം കാണിക്കുക, എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും രാഷ്ട്രീയത്തിൽ അത് പ്രശ്നമല്ല. രാഷ്ട്രീയക്കാർക്ക് എന്നും സ്ഥിരമായ ഒരു ബന്ധമില്ല, സ്ഥിരമായി ആരുമായിട്ട് എതിർപ്പുമില്ല എന്നൊക്കെ ഒരുപാട് പേര് വിളിച്ച് പുലമ്പുന്ന നമ്മൾ കേട്ടിട്ടുള്ളതാണ്. രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്ന സാധാരണക്കാരുടെ അവരുടെ ചിന്തയിൽ പ്രതിഫലിക്കുന്ന ഒരു കാര്യമാണ് ഞാനീ പറയുന്നത്. ഇത് ഇവർ തമ്മിലുള്ള ബാന്ധവം എന്നുള്ളതല്ലാതെ ഇതിൽ നിന്ന് എന്ത് പറ്റും? ഒന്നുമില്ല. കാരണം ഇവർ നീക്കുപോക്കുകൾ ഉണ്ടാവും, അതിന് ഒരു സംശയമില്ല. ബഹുമാന്യനായ പ്രധാനമന്ത്രി പറഞ്ഞു ഇവിടെ 2 അക്കം തികയ്ക്കുമെന്ന് പറഞ്ഞു. എനിക്കറിഞ്ഞൂടെ എങ്ങനെയാണ് തികയ്ക്കുന്നതെന്നുള്ളത്. പക്ഷേ ഏതായാലും അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറയാനെങ്കിലും ഉള്ള ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കാനുള്ള നീക്കുപോക്കുകൾ ഇതിലുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. അതാണ് നമ്മൾ ഇതിൽ നിന്നെല്ലാം കാണുന്നത്.